എൻ്റെ പേര് ഫേബ മാത്യു. ഫേസ്ബുക്കിലെ ഫേബ മത്തായിച്ചൻ എന്നാണ്. എൻ്റെ വീട് കോട്ടയാണ്. വയസ്സ് 27. നിലവിൽ ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ റിസൈൻ ഇട്ടിട്ട് ഞാൻ കൊച്ചിയിൽ തന്നെ അക്കൗണ്ട്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ ഒരു സെൽഫ് ഇൻട്രോ വീഡിയോ ചെയ്യാനായിട്ട് കുറേ നാളായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, എൻ്റെ ഇൻബോക്സിലാണെങ്കിലും കമൻറ്റ് ബോക്സിലാണെങ്കിലും എൻ്റെ പോസ്റ്റ് കണ്ടിട്ടൊക്കെ ആണെങ്കിലും കുറേ പേര് വന്നിട്ട് എന്നോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഇയാൾ ബോയ് ആണോ ഗേളാണോ അതോ ട്രാൻസ്മാൻ ആണോ എന്നിട്ട് അങ്ങനെ കുറച്ച് ഡൗട്ട് ചോദിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ ഓൾറെഡി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം വിശദീകരിച്ചിട്ട്. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്നുകൂടെ പറയുകയാണ്, ഞാൻ ബോയ് അല്ല, ട്രാൻസ്മാനും അല്ല, ഗേൾ തന്നെയാണ്. എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈല്, എൻ്റെ ഹെയർ സ്റ്റൈല്, ബോഡി, ഇതിലൊക്കെ കുറേ ഡൗട്ടുകൾ കുറേ പേരെന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സോ മുടി വെട്ടിയിട്ട് ഏകദേശം ഒരു 1.5 വർഷത്തിന് മേളിലായി. എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈല് ചെറുപ്പം മുതലേ ഞാൻ ഷർട്ട്, ജീൻസ് അങ്ങനെയൊക്കെ ഉള്ളതേ ഇട്ടിട്ടുള്ളൂ. ചെറുപ്പം തൊട്ട് സ്പോർട്സിലുണ്ടായിരുന്നു. സോ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ ബോഡി ആണെങ്കിലും കുറച്ച് റഫായിട്ടേ ഇരിക്കുകയുള്ളൂ. ദെൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രസ്റ്റ് ഇല്ല എന്നുള്ളത്. സോ അതിനെപ്പറ്റി ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒന്നുകൂടി പറയുന്നു, ഒരു +1 +2 ഒക്കെ ആയിട്ട് പോലും എനിക്ക് പീരീഡ്സ് ആവാതെ വന്നപ്പോഴത്തേക്ക് ഞാനും അമ്മയും കൂടെ പോയി MRI സ്കാൻ എടുത്ത് നോക്കി. സോ അതിലെനിക്ക് കുറച്ച് പ്രോബ്ലംസ് കണ്ടു. എൻ്റെ യൂട്രസ് ഗ്രോത്ത് ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് എനിക്ക് പീരീഡ്സ് ആവില്ല. സോ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്ത് കഴിച്ചാലും എന്ത് ചെയ്താലും മെലിഞ്ഞ് തന്നെ ഇരിക്കുന്നതിൻ്റെ ഒരു റീസൺ അതുകൂടെയാണ്. സോ എനിക്കതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നിട്ടും തോന്നിയില്ല. എങ്കിലും എന്നെ ഒറ്റനോട്ടത്തിൽ കാണുന്നവർക്ക്, അല്ലെങ്കിൽ എന്നെ ഒറ്റനോട്ടത്തിൽ ഒരു ബോയ് ആയിട്ട് തോന്നുന്നതിൽ എനിക്ക് അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. ഇപ്പം എന്നെ അറിയാത്ത കുറച്ച് പേരാണെങ്കിൽ ഒറ്റനോട്ടത്തിൽ എന്നെ കാണുമ്പോൾ ഇതൊരു ചെറുക്കൻ എന്നുള്ള രീതിയിൽ അവർക്ക് തോന്നുള്ളൂ. എന്നെ അറിയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, അറിയാം. സോ അറിയാത്ത കുറച്ച് ആൾക്കാർ വീണ്ടും വീണ്ടും ഇൻബോക്സിലാണെങ്കിലും കമൻറ്റ് ബോക്സിലാണെങ്കിലും പോസ്റ്റ് കണ്ടിട്ട് വന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്.